ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് മസാല ദോശയുടെയും വെള്ളപ്പത്തിൻ്റെയും ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അരി അരക്കുന്നതിൻ്റെയും മാവ് കണ്ടല്ലോ ഇതുപോലെ ഫ്ലഫി ആയിട്ട് നല്ലതുപോലെ തന്നെ പുളിച്ച് പൊങ്ങുന്നതിൻ്റെയും പല ടിപ്സും ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ രണ്ട് മൂന്ന് മോഡലിൽ വെള്ളപ്പം റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2.5 കപ്പ് അരിയും 1 കപ്പ് ഉഴുന്നും കൂടെ ഒരു 4-5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. അപ്പോൾ മാക്സിമം ഒരു 4 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇത് കുതിർത്തെടുക്കുന്ന സമയത്തിൽ 1 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റായിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെ മസാല ദോശ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുക. ഞാനിപ്പോൾ ഇവിടെ ആർക്കും ഉലുവയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒഴിവാക്കിയതാണ്. 1 ടീസ്പൂൺ ഉലുവയും കൂടെ അതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ കുതിർത്തെടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് ചോറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് അരക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാനാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് അരച്ചെടുക്കുക. അപ്പോൾ ഏത് അരിയുടെ ചോറായാലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ ചോറ് ഇല്ല എന്നുണ്ടെങ്കിൽ അവലുണ്ടല്ലോ, അവൽ നന്നായിട്ട് തന്നെ കഴുകിയിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. ഇനിയിപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നന്നായിട്ട് തന്നെ അരി മൊത്തമായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ കുറച്ചായിട്ട് ഇട്ടിട്ട് വേണം അരച്ചെടുക്കാൻ. നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറ് ചൂടായി പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. ഒട്ടും തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം ഈ ഒരു മാവ് അരച്ചെടുക്കാൻ. അപ്പോൾ ഇതാ ഫസ്റ്റ് ബാച്ച് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കുന്ന സമയത്തില്ല, തീരെ തഴിപ്പാടില്ല കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടണം. ഇനി നമുക്ക് അരി മൊത്തമായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ലാസ്റ്റ് ബാച്ചാണ് കേട്ടോ, അവസാനത്തെ അരിയാണ് അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തത് കാണിക്കാൻ വിട്ടുപോയതാണ്. 1.5 ടീസ്പൂൺ ഈസ്റ്റ്, ഇത്രയൊരു ക്വാണ്ടിറ്റിക്ക് 1.5 ടീസ്പൂൺ ഈസ്റ്റ് കറക്റ്റാണ്. ഇനി നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. അതും കൂടെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാനുണ്ട്. അപ്പോൾ മൊത്തമായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുക്കുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ എല്ലാ ഭാഗവും ഈക്വലായിട്ട് പൊങ്ങി വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓവർ ലൂസും അല്ല ഓവർ തിക്കും അല്ലാത്ത ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ വേണം മാവ് റെഡിയാക്കി എടുക്കാൻ. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ ഈ അരി അരക്കുന്ന സമയത്തില്ലേ നല്ല തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട് അരി അരച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ മാവ് പുളിച്ച് പൊങ്ങി വരും. അതുപോലെ തന്നെ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ഇടുന്ന സമയത്ത് ഐസ് ക്യൂബ്സ് ഒന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ. ആ ഒരു മിക്സിയുടെ ചെറിയൊരു ചൂടുണ്ടാവുന്നത് നല്ലതാണ്. ഈസ്റ്റ് ഇട്ട് അരക്കുന്ന ആ ഒരു ബാച്ച് മാത്രം ചെറിയൊരു ചൂടുണ്ടാവുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോഴാണ് കറക്റ്റായിട്ട് ഈസ്റ്റ് നന്നായിട്ട് തന്നെ ആക്റ്റീവായിട്ട് വരുള്ളൂ. പിന്നെ ഈ ഒരു മാവ് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുകയും വേണം. ഒരു 5 മിനിറ്റെങ്കിലും ഏകദേശം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, ഇതാണ് കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി കേട്ടോ. അപ്പോൾ വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുമ്പോഴാണ് ഈസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ വരുള്ളൂ. ഇനിയിപ്പോൾ ഈസ്റ്റ് കയ്യിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇല്ല, അപ്പക്കാരം, അത് ചേർത്ത് കൊടുത്താലും മതി. നന്നായിട്ട് തന്നെ പൊങ്ങി വരും. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുന്ന ആ ഒരു സ്റ്റെപ്പ് കറക്റ്റായിട്ട് തന്നെ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഈ മാവ് നന്നായിട്ട് തന്നെ പുളിച്ച് പൊങ്ങി വരാൻ. അപ്പോൾ ഞാനിപ്പോൾ 2-3 മിനിറ്റൊക്കെ ഏകദേശം നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ടൊരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. കണ്ടല്ലോ, മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി ഉണ്ടോ, നന്നായിട്ട് തന്നെ പൊങ്ങി പുറത്തേക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാവ് അരച്ച് വെച്ച ആ ഒരു ക്വാണ്ടിറ്റിയും ഇപ്പോഴത്തെ ക്വാണ്ടിറ്റിയും കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഇത് ഫ്ലഫി ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ടെന്നുള്ളത്. ഉണ്ടല്ലോ, പുറത്തേക്കൊക്കെ ഒലിച്ച് തൂങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ മാവ് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. നല്ല കറക്റ്റായിട്ട് തന്നെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക്
മാവ് റെഡിയായി കിട്ടും. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്തെടുക്കുക. അരി അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതാ നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഇപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം ഉഴുന്നുണ്ടാകും, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇന്ന് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ഈ സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ക്വാണ്ടിറ്റി ചെയ്തെടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്ര ഐറ്റംസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി ഇത് രണ്ടും കൂടെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുകും ഉഴുന്നും നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ഇത് മസാല കഴിക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ഉഴുന്നൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടുകയാണെങ്കിൽ. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് പരിപ്പാണ് കേട്ടോ. ഞാനിപ്പോൾ സാധാ തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും വറ്റൽമുളകും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ രണ്ടും കയ്യിലില്ലാത്തതുകൊണ്ട് ഡയറക്റ്റായിട്ട് ഉള്ളി ചേർത്ത് കൊടുക്കാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 മീഡിയം സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നേരിയതാക്കിയിട്ട് അധികം കട്ടിയില്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. ഇനി അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ സമയത്ത് അതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊട്ടാറ്റോ വേവിക്കാനായിട്ട് വെക്കണം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ളിയിലേക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിൻ്റെ കൂടെ തന്നെ ഇതാ ഒരു 4 പച്ചമുളക് അത്യാവശ്യം ഒന്ന് പഴുത്ത് പോയിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒക്കെ വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി അതിലേക്ക് വേവിച്ച് തോലൊക്കെ കളഞ്ഞിട്ട് ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ എല്ലാം കൂടെ നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പച്ചമുളകൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ നല്ല എരിവുണ്ടായിക്കോളും. അപ്പോൾ അത്യാവശ്യം കുറച്ചൊരു എരിവ് വേണം, എന്നാൽ ഓവർ എരിവ് ആവുകയും ചെയ്യരുത്. തൈര് മസാലയ്ക്ക് ഓവർ എരിവ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റായിട്ടുള്ള ടേസ്റ്റൊന്നും കിട്ടില്ല. എരിവായിരിക്കും മുമ്പിൽ നിൽക്കുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇത് ഓവർ ഡ്രൈ ആയിട്ടില്ല ഉള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾക്ക് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഒക്കെ അറിയാമല്ലോ, കുറച്ചൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലായിരിക്കും അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മസാല ഉണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് ചെറിയൊരു ലൂസ്, ഓവർ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കുക. അപ്പോൾ ഓവർ ഡ്രൈ ആയിട്ടുള്ള മസാല ആക്കരുത് കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സമയത്ത് മല്ലിയിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് സാധാ വെള്ളപ്പത്തിൻ്റെ ചട്ടി ഉണ്ടല്ലോ, അതിലാണ് ഞാനിപ്പോൾ ആദ്യം തന്നെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ വെള്ളപ്പ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് 1.5 തവിയോളം മാവ് ഒഴിച്ചിട്ടെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്ത് ഒരു 30 സെക്കൻഡോളം ഒന്ന് വെച്ചതിന് ശേഷം ഓപ്പൺ ആക്കി കൊടുത്താൽ നല്ല സൂപ്പറായിട്ടുള്ള വെള്ളപ്പം റെഡി ആയിട്ടുണ്ടാകും.
ഉണ്ടല്ലോ, ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. കണ്ടോ, കാണാൻ നല്ല നല്ല ഭംഗിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് പേളിമാണി പറഞ്ഞതുപോലെ പൂ പോലെയുള്ള വെള്ളപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ദാ ഇങ്ങോട്ടും ആക്കി കൊടുത്തിട്ട് കറക്റ്റായിട്ട് ആ ഒരു പൂവിൻ്റെ ഷേപ്പിലാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് ഒരു വെറൈറ്റി ഷേപ്പിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഏത് കഴിക്കാത്ത കുട്ടികളായാലും അവർ ആ ഒരു ഷേപ്പ് കണ്ടിട്ട് അവർ എന്തായാലും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് വെറൈറ്റി ആക്കി കൊടുക്കാണ്ടല്ലോ. ഇപ്പോൾ ഏകദേശം ഒരു പൂവിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതും അതുപോലെ ഒരു 10-30 സെക്കൻഡോളം വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് ഓയിലൊന്നും ആക്കി കൊടുക്കണ്ട. ഇപ്പോൾ അടി പിടിക്കാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ആക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാ ആ പൂ പോലെയുള്ള വെള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതും മാറ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ തവയിലാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് തിന്നാക്കിയിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നിങ്ങളെടുക്കുന്ന തവയുടെ വലുപ്പത്തിനനുസരിച്ച് ബാറ്റർ ഒഴിച്ചെടുത്താൽ മതി. ചെറുതാണെങ്കിൽ കുറച്ചൊഴിക്കുക, വലുതാണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ മാവ് ഒഴിച്ചിട്ട് നന്നായിട്ട് തിന്നാക്കിയിട്ട് പരത്തിയെടുക്കുക. നമ്മൾ മാവ് നന്നായിട്ട് തന്നെ പുളിച്ച് പൊങ്ങിക്കഴിഞ്ഞാൽ ഒരു വെള്ളപ്പം റെഡിയാക്കി എടുക്കുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയാട്ടോ. നന്നായിട്ട് തന്നെ ഹോൾസൊക്കെ വന്നിട്ട് കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. ഉണ്ടല്ലോ, അതിവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലാക്കായിട്ട് നമുക്ക് കുറച്ച് നെയ്യോ ബട്ടറോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നെയ്യും ബട്ടറൊന്നും ഇല്ലെങ്കിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് തന്നെ മൊരിഞ്ഞും കിട്ടും. കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ്, ഒരു ഫ്ലേവറും വരും കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും കുറച്ച് ഓയിലാണ് ആക്കി കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഓയിലൊന്നും ആക്കിയില്ലെങ്കിലും കുറച്ച് ടൈം വെക്കുമ്പോഴേക്കും നന്നായിട്ടൊന്നും മൊരിഞ്ഞ് വരാൻ തുടങ്ങും. നന്നായിട്ട് തന്നെ മൊരിച്ചെടുത്തിട്ട് നമുക്കിത് അതിൽ നിന്നും കോരിയെടുക്കാം. ഉണ്ടല്ലോ, നന്നായിട്ട് തന്നെ ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലോ നമുക്ക് മടക്കിയെടുക്കട്ടെ. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ കണ്ടല്ലോ വലിയൊരു തവയാണ് കേട്ടോ വെച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലാണ് ഞാനിപ്പോൾ മസാല ദോശ റെഡിയാക്കി എടുക്കുന്നത്. ഒരു സെയിം മെത്തേഡിൽ തന്നെ കുറച്ച് മാവ് ഒഴിക്കുക, എന്നിട്ട് തിന്നാക്കിയിട്ട് ഇതുപോലെ വലുതാക്കിയിട്ട് തന്നെ പരത്തിയെടുക്കട്ടോ. അപ്പോൾ മാക്സിമം വലുതാക്കാൻ പറ്റും തോറും വലുതാക്കി നേരിയതാക്കിയിട്ട് വലുതാക്കി പരത്തിയെടുക്കുക. അതിന് ശേഷം ഒന്ന് ക്രിസ്പി ആയതിന് ശേഷം നമുക്കതിൻ്റെ സെൻറ്ററിലോട്ടായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല വെച്ച് കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെക്കുക, കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് വെച്ച് കൊടുക്കുക. മല്ലിയിലും കൂടെ ആ മസാലയിൽ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം മല്ലിയില മാക്സിമം ചേർത്ത് കൊടുക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാതിരുന്നത്. എന്നിട്ടിതുപോലെ രണ്ട് സൈഡിൽ നിന്നും മടക്കിയെടുക്കാം. അപ്പോൾ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് എൻ്റെ മോള് വന്നിട്ട് അവൾക്ക് ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ദോശ വേണമെന്ന് അറിഞ്ഞു. അപ്പം അങ്ങനെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഹാർട്ട് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളല്ലേ, അവർ കഴിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിലും റെഡിയാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ ഇതാ അവർക്ക് വേണ്ടിയിട്ട് ഹാർട്ട് ഷേപ്പിലുള്ള ദോശയും റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതൊരു ഡിഷായാലും നമ്മൾ ഈ സെയിം രീതിയിൽ തന്നെ കുട്ടികൾക്ക് എന്നും ഒരേ രീതിയിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഏത് മക്കൾക്കായാലും അതൊരു മടുപ്പ് പോലെ തോന്നും. അപ്പോൾ നമ്മൾ ഉള്ളതിനനുസരിച്ച് കുട്ടികൾക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക, കാണാനുള്ള ഭംഗിയായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ആ ഒരു കാണാനുള്ള ആ ഒരു ഭംഗിയിൽ അവരത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കൂട്ടാ. ഇതിൻ്റെ സെൻറ്ററിലോട്ടായിട്ടും കുറച്ച് മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. അവർക്കായതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് മാത്രമേ മസാല വെച്ച് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ ഹാർട്ട് ഷേപ്പിലുള്ള ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് സ്റ്റാറിലുള്ള
ദോശ വേണമെന്നറിഞ്ഞ് അപ്പോൾ ഇതാ എന്നെക്കൊണ്ട് പറ്റും വിധം സ്റ്റാറും ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഷേപ്പൊന്നും നോക്കണ്ട, കുട്ടികൾക്കല്ലേ. അപ്പോൾ അങ്ങനെ സ്റ്റാറും ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ ഇതാ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തേങ്ങാ ചട്നിയും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പിന്നീട് അപ്ലോഡ് ആക്കാം. അപ്പോൾ ആ ഒരു ക്രിസ്മസ് പോകുന്നതിന് മുമ്പ് ആ ഒരു നെരിച്ചിലോട് കൂടെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു മസാലയും ആ ഒരു തേങ്ങാ ചട്നിയും കൂടെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി വീഡിയോയിൽ പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.